ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആട്ടിടയൻ ബാലനും ചെന്നായയും എന്ന കഥയാണ്. പച്ചപ്പാർന്ന മലനിരകളുടെ താഴ്വാരത്തിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ആട്ടിടയൻ ബാലൻ താമസിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവൻ ഗ്രാമത്തിലെ ആടുകളെ മേയ്ക്കാൻ മലമുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ദിവസം മുഴുവൻ അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നാൽ പലപ്പോഴും ബോറടിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമക്കാരെ കളിയാക്കണമെന്നൊരു കുസൃതി അവന്റെ മനസ്സിൽ തോന്നി. ഉടൻ തന്നെ അവൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ രക്ഷിക്കണേ, ചെന്നായ വന്നേ, എന്റെ ആടുകളെ കൊണ്ടുപോകുന്നേ, രക്ഷിക്കണേ. വിളി കേട്ട് ഗ്രാമക്കാർ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വടികളും കല്ലുകളും എടുത്ത് ഓടിയെത്തി. എന്നാൽ അവിടെ ചെന്നായൊന്നും ഉണ്ടായിരുന്നില്ല. ബാലൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെയല്ലേ ഞാൻ പറ്റിച്ചേ. ഗ്രാമക്കാർ നിരാശയോടെയോ ദേഷ്യത്തോടെയോ മടങ്ങിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാലൻ വീണ്ടും അതേ കുസൃതി ആവർത്തിച്ചു. വീണ്ടും ഗ്രാമക്കാർ ഓടിയെത്തി. എന്നാൽ ഇത്തവണയും അത് കള്ളമായിരുന്നു. ഗ്രാമക്കാർക്ക് വളരെ ദേഷ്യം വന്നു. ഇനി ഈ ബാലന്റെ വാക്ക് ആരും തന്നെ വിശ്വസിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചു. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യാസമയത്ത് ശരിക്കും ഒരു ചെന്നായ ആട്ടിൻകൂട്ടത്തിന് നേരെ പാഞ്ഞു വന്നു. ഭയന്നുപോയ ആട്ടിടയൻ ബാലൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ, ചെന്നായ വന്നേ, എന്റെ ആടുകളെ ആക്രമിക്കുന്നേ. പക്ഷേ ഗ്രാമക്കാർ വിചാരിച്ചത് അവൻ വീണ്ടും കള്ളം പറയുകയാണെന്നായിരുന്നു. അതിനാൽ ആരും തന്നെ അവനെ സഹായിക്കാൻ എത്തിയില്ല. അവസാനം ചെന്നായ പല ആടുകളെയും പിടിച്ചുകൊണ്ടുപോയി. തന്റെ കള്ളം കാരണം ആരും സഹായിക്കാതിരുന്നതിന്റെ ദുഃഖത്തിൽ ആട്ടിടയൻ ബാലൻ ഉറക്കെ കരഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കള്ളം പറയുന്നവനെ പിന്നീട് സത്യം പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. താങ്ക് യു.